ലബനനിലെ പേജർ ആക്രമണത്തോടെയാണ് മൊസാദ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള പേജർ ആക്രമണം മൊസാദാണ് നടത്തിയതെന്നാണ് പറയുന്നത്. മുൻപ് കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രമായിരുന്നു ലബനൻ സ്ഫോടനത്തിന് പിന്നിൽ. ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം. ആരാണ് മൊസാദ്? ലോകത്തെ വിറപ്പിക്കുന്ന ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് മൊസാദ്. 1949 ഡിസംബർ 13 മൊസാദ് രൂപീകരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നിലാണ് മൊസാദ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാരിന്റെ വലം കൈയായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിലെ ഒരു നിയമവും മൊസാദിനെ നിയന്ത്രിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇസ്രായേലിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ടെല്ലവീവാണ് മൊസാദിന്റെ ആസ്ഥാനം. രഹസ്യ വിവര ശേഖരണം, അണ്ടർ കവർ ഓപ്പറേഷനുകൾ, തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് മൊസാദിന്റെ പ്രധാന ജോലികൾ. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോട് വരെ കിടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനകളിൽ ഒന്നാണിത്. 2.73 ബില്യൺ ഡോളർ പ്രതിവർഷം ഇസ്രായേൽ മൊസാദിനായി ചെലവഴിക്കുന്നുണ്ട്. 7000-ലധികം ആളുകൾ മൊസാദിന് കീഴിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പല രാജ്യങ്ങളിലും മൊസാദ് ഏജന്റുമാർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും മൊസാദിലെ അംഗങ്ങളാണെന്നാണ് പറയുന്നത്. വളരെയേറെ ദുരൂഹത നിറഞ്ഞതാണ് മൊസാദിന്റെ ഘടനയും പ്രവർത്തനങ്ങളുമൊക്കെ. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനുകൾ വരെ മൊസാദ് നടത്താറുണ്ട്. രാജ്യത്തിന്റെ ശത്രുക്കളെ അതിക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയാണ് മൊസാദ് നേരിടുന്നത്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കൽ എന്നിവയും മൊസാദ് ചെയ്യുന്നു. 7 ഡിപ്പാർട്ട്മെന്റുകൾ മൊസാദിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റാണ് മെക്സാദ. ശത്രുക്കളെ ആക്രമിക്കുന്നതിനുള്ള യൂണിറ്റാണിത്. കൊലപാതകങ്ങളും അട്ടിമറികളും ഒക്കെയാണ് ഈ യൂണിറ്റ് നടത്തുന്നത്. വളരെ ദുരൂഹത നിറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റാണ് കിഡോൺ യൂണിറ്റ്. 2700-ലധികം കൊലപാതകങ്ങൾ കിഡോൺ യൂണിറ്റ് മാത്രം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോകരാജ്യങ്ങളെയെല്ലാം മൊസാദ് നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ പഠനം നടത്തി വിവരങ്ങളെല്ലാം ശേഖരിച്ച് എല്ലാ ഹൈടെക് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചായിരിക്കും അവർ ഓരോ ഓപ്പറേഷനും നടത്തുക. ഓരോ രാജ്യങ്ങളുടെ കോണിലും ഇതിനായി പ്രവർത്തിക്കാൻ ഏജന്റുമാർ വരെയുണ്ട്. അത്തരത്തിൽ മൊസാദ് നടത്തിയ സുപ്രധാനവും ക്രൂരവുമായ രഹസ്യ കൊലപാതകങ്ങളിലൊന്നാണ് പലസ്തീൻ കമാൻഡർ വാദി ഹദ്ദാദിന്റെ വധം. അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും കാറ്റിൽ പറത്തിക്കൊണ്ട് മൊസാദ് നടത്തുന്ന നീക്കങ്ങൾ വലിയ നയതന്ത്ര പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.